So welcome to Y Degrees Secure in Program. നിങ്ങൾ പലരും വർക്കിംഗ് പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമായിരിക്കും, ജോലിയോടെ ട്രേഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ജോലി കളഞ്ഞിട്ട് ട്രേഡ് ചെയ്യണോ, അല്ലെങ്കിൽ ജോലിയും ട്രേഡിങ്ങും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ, ഒരു പാസീവ് ഇൻകമായിട്ട് ഇത് പോവോ. ചിലർ ട്രേഡിങ്ങിലോട്ട് ഇറങ്ങുക പോലും ചെയ്യാത്ത ജോലിയുണ്ട്, രണ്ടുകൂടെ ഒരുമിച്ച് പറ്റില്ല എന്നുള്ളത്. പക്ഷേ ശരിക്കും ഈ സെക്യൂർ ഇൻ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വർക്കിംഗ് പ്രൊഫഷണൽസിനും അതേപോലെ സീനിയർ സിറ്റിസൻസിനും വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പം എന്താണ് സെക്യൂർ ഇൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പലർക്കും ഈ പറഞ്ഞ പോലെ പല ടൈപ്പ് ജോലികളായിരിക്കും, അല്ലെങ്കിൽ പല ജോബ് ടൈമിങ്സ് ആയിരിക്കും. അപ്പം ഈ ജോബ് ടൈമിങ്സിൽ നിന്നുകൊണ്ട് തന്നെ മാർക്കറ്റിൽ അധികം സമയം സ്പെൻഡ് ചെയ്യാതെ സ്വിംഗ് ട്രേഡിങ്ങിലൂടെ നിങ്ങൾക്ക് എങ്ങനെ പ്രോഫിറ്റ്സ് ഉണ്ടാക്കാം എന്നുള്ളതാണ് സെക്യൂറിനിൽ നിങ്ങൾ പഠിക്കുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറേ സ്വിംഗ് ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട്. നിങ്ങൾക്ക് ഏറ്റവും മിനിമം ടൈം മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനും, നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നല്ലൊരു ജോലി ഉണ്ട്, നല്ലൊരു പാക്കേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലിയുടെ കൂടെ തന്നെ ഇത് കൊണ്ടുപോകാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രാജുവലി അല്ലെങ്കിൽ നിങ്ങളൊന്ന് പ്രോഫിറ്റബിൾ ആയി തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ഫുൾ ടൈം ട്രേഡറായിട്ട് മാറാൻ ഉള്ള ഓപ്പർച്യൂണിറ്റിയും ഈ സെക്യൂരിറ്റിയിലുണ്ട്. അതേപോലെ പേഴ്സണൽ ഫൈനാൻസും. നിങ്ങൾ പലരും ഈ സാലറി മേടിക്കുമ്പോൾ ഉള്ള എല്ലാവരുടെയും ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യത്തെ ഒരു മാസം സാലറി മേടിക്കും, നമ്മുടെ EMI എന്ന് കുറച്ച് പോകും, കുറേ നമ്മുടെ കാര്യങ്ങൾ ചിലവുകൾ എന്ന് പറഞ്ഞ് പോകും. പിന്നെ ഒരു മാസം അവസാനം ആകുമ്പോഴത്തേക്കും ഒരു പൈസ പോലും നിങ്ങളുടെ കയ്യിലുണ്ടാവില്ല. അപ്പം ഈ കിട്ടുന്ന സാലറിയെ നിങ്ങൾ എങ്ങനെ വൈസായിട്ട് യൂസ് ചെയ്യണം, എങ്ങനെ അതിനെ സ്റ്റോക്ക് ട്രേഡിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അതിൽ നിന്ന് കിട്ടുന്ന ഒരു എമൗണ്ടിനെ എങ്ങനെ നിങ്ങളുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണം, ഇതെല്ലാമാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. അതായത് നിങ്ങൾ ഇപ്പം ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം, ചിലപ്പോൾ കിട്ടുന്നത് നിങ്ങൾക്ക് 8% ആയിരിക്കാം, അല്ലെങ്കിൽ SIP ആയിരിക്കാം, ചിലപ്പോൾ അതിലും ഒരു ചെറിയ % ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷേ ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ചെയ്യുന്ന ഒരു ബിസിനസ് മോഡൽ നിങ്ങൾക്ക് അറിയാൻ പറ്റിയ, അവർ യൂസ് ചെയ്യുന്ന അതേ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന അതേ രീതിയിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയാലോ, ഇതും നമ്മളിവിടെ കവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ സ്വിംഗ് ട്രേഡിങ് വഴി ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതും ആ പ്രോഫിറ്റിൽ 1% ഇതേപോലെ റൈറ്റായിട്ട് എങ്ങനെ നല്ല ഹൈ റിട്ടേൺസ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. കാരണം ഇതേ കാര്യം സീനിയർ സിറ്റിസൺസ് എന്ന് ഞാൻ പറയാൻ കാര്യം, ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിലും എല്ലാവരും ചെയ്യുന്നൊരു കാര്യം ബാങ്കിൽ കൊണ്ടുപോയി FD ഇടുക എന്നുള്ളതാണ്. അതും വളരെ കുറച്ച് ഇൻട്രസ്റ്റ് റേറ്റിൽ 7% 8% ആയിരിക്കും ആകെ കിട്ടുന്ന റിട്ടേൺസ്. അല്ലെങ്കിൽ ചിലരുണ്ട് ഗവൺമെൻറ് ഓഫീഷ്യൽസൊക്കെ ആണെങ്കിൽ അവർ ട്രഷറിയിൽ കൊണ്ടിടും. അപ്പം ഇതിലൊക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ തുച്ഛമായിട്ടുള്ള ഒരു എമൗണ്ടാണ് നിങ്ങൾക്ക് കിട്ടുന്ന അത്രയും പൈസ ഇട്ടത്. അപ്പം നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഇൻഫ്ലേഷനും ആ റിട്ടേൺസോട് ഒന്ന് കമ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനം കിട്ടാനില്ല. സോ ഈ പറഞ്ഞ എല്ലാ ഓപ്പർച്യൂണിറ്റീസും യൂസ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾക്ക് വെൽത്ത് ജനറേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് വർക്കിംഗ് പ്രൊഫഷണൽസിന് ട്രേഡ് ചെയ്യാൻ പറ്റില്ലെന്നോ പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റില്ലെന്നുള്ള ഒരു ടെൻഷൻ വേണ്ട. വി ആർ റൈറ്റ് ഹിയർ. സെക്യൂർ ഇൻ ഈസ് ഹിയർ. Y Degree ഈസ് ഹിയർ.